ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടും സർക്കിൾ ഡയഗ്രാം വരയ്ക്കാനുള്ള എക്സ്പെരിമെൻ്റാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 3 എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ നോ ലോഡ് ടെസ്റ്റാണ്. നോ ലോഡ് ലോസസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ട്രാൻസ്ഫോമറിനെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് ചെയ്യും, അതായത് ഇതിൻ്റെ റോട്ടറിനെ ബ്ലോക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും. മൂന്നാമത് അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ DC സോഴ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കും. ഇങ്ങനെ 3 എക്സ്പെരിമെൻ്റാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തേതെന്ന് വെച്ചാൽ നോ ലോഡ് ടെസ്റ്റ്. അതിനുള്ള കണക്ഷൻ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന പോലെ തന്നെ 2 വാട്ട് മീറ്റർ മെത്തേഡ്, പിന്നെ അവിടുത്തെ വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്റർ, പിന്നെ ലോഡ് കറണ്ട് അളക്കാൻ വേണ്ടി ഒരു അമ്മീറ്റർ. അമ്മീറ്റർ 10 ആമ്പിയറിൻ്റെയാണ്, അത് × 2 കൊണ്ട് ഗുണിക്കണം. വാട്ട് മീറ്റർ 10 ആമ്പിയർ 600 വോൾട്ടിലാണ് കൊടുത്തേക്കുന്നത്, 0.2 ആണ്. ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. വോൾട്ട് മീറ്റർ 600 കൊടുത്തേക്കുന്നത്, ഇതിന് 2 കൊണ്ട് ഗുണിച്ചിട്ട് റീഡിങ് എടുക്കണം. ഇത് മോട്ടർ നമ്മൾ ഡെൽറ്റ കണക്ഷനാണ് കൊടുത്തേക്കുന്നത്. 3 ഫേസ് സപ്ലൈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വഴി കൊടുത്തേക്കുന്നു. നമ്മളിവിടെ എക്സ്പെരിമെൻ്റ് തുടങ്ങുകയാണ്. ഓട്ടോ ട്രാൻസ്ഫോമർ 0 ആയിട്ട് വെച്ചിരിക്കുന്നു. സപ്ലൈ ഓൺ ചെയ്യുന്നു. വോൾട്ടേജ് കൊടുക്കുക. മോട്ടർ ഓൺ ചെയ്യുകയാണ്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 400 വോൾട്ടാണ്. 400 വോൾട്ട് നമ്മൾ ഇവിടെ നോക്കി കൊടുക്കുന്നു. 400 വോൾട്ട് കൊടുത്തു. പക്ഷേ ഇവിടെ നോക്കിയാൽ ഒരു നെഗറ്റീവായ റീഡിങ്, വാട്ട് മീറ്ററിൽ പറഞ്ഞ റീഡിങ് നെഗറ്റീവാണ്. അതുകൊണ്ട് ഇതിൻ്റെ കണക്ഷൻ നമ്മൾ തിരിച്ചു കൊടുക്കും. നെഗറ്റീവായ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലിൻ്റെ കണക്ഷൻ നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് അതിനെ പോസിറ്റീവാക്കി. പക്ഷേ റീഡിങ് എടുക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് തന്നെ എടുക്കണം. ഇവിടുത്തെ ലോഡ് കറണ്ട് നമുക്ക് നോക്കി അറിയാം, 1.65. അതിന് 2 കൊണ്ട് ഗുണിക്കണം. വോൾട്ടേജ് എന്ന് പറയുന്നത് 200 × 2 400 ആണ്. W1 നെഗറ്റീവാണ്, അത് 125 × 4. W2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അത് 170 × 4. ഈ 2 റീഡിങ് എടുത്തിട്ട് ഇത് ഓഫ് ചെയ്ത് സപ്ലൈ ഓഫ് ചെയ്യും. രണ്ടാമതായിട്ട് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റാണ് ചെയ്യുന്നത്. അതിന് ഇതിൻ്റെ റോട്ടറിനെ ബെൽറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ജസ്റ്റ് ഇവിടെ വേറെ കണക്ഷനൊന്നും വ്യത്യാസമില്ല. ഇതിനകത്ത് വ്യത്യാസമുള്ളത് നമ്മളിവിടെ നേരത്തെ കൊടുത്തിരുന്ന 600 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്ററിന് പകരം 150 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്ററാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് മീറ്റർ എന്ന് പറയുന്നത് പണ്ടത് LPF ആയിരുന്നു, ഇപ്പം UPF വാട്ട് മീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് 10 ആമ്പിയർ 150 വോൾട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഈ 2 വാട്ട് മീറ്ററും UPF ആണ്. അതുപോലെ തന്നെ കറണ്ട് 10 ആമ്പിയർ തന്നെ, വോൾട്ടേജ് 150 ആണ്. അന്നേരം ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 150 × 10 1500. ഇവിടുത്തെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 750 ആണ്. അന്നേരം ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2 ആയിരിക്കും. 2 കൊണ്ട് ഗുണിച്ചിട്ട് വേണം എഴുതാൻ. ഇവിടെ അമ്മീറ്റർ 10 ആമ്പിയർ ആണ്. 10 ആമ്പിയറിൽ ഇപ്പോൾ സ്കെയിൽ 5 ആയതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ ഈ മോട്ടറിൻ്റെ HP എന്ന് പറയുന്നത് 5 ആണ്. അതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് 7.3 ആമ്പിയർ ആണ്. നേരെ ആ 7.3 ആമ്പിയർ നമ്മളെന്ത് ഈ 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് 7.3 ആമ്പിയർ മാത്രം ഇതിലേക്ക് കടത്തി വിടുന്നത് ഒറ്റ റീഡിങ് എടുത്താൽ മതി. അപ്പോൾ ഉണ്ടാകുന്ന അതിന് വേണ്ട വോൾട്ടേജ് നമുക്കിവിടെ അളക്കണം. ആ വോൾട്ടേജ് അളക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ വോൾട്ടേജ് ഉള്ളതായിരിക്കും, 100 താഴെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലോ റേഞ്ചിൻ്റെ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവിടെ വോൾട്ടേജ് കുറവായതുകൊണ്ടാണ് നമ്മളിവിടെ വാട്ട് മീറ്ററിൻ്റെ അകത്തെ 150 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഇതിൽ വാട്ട് മീറ്ററിൽ നെഗറ്റീവാണ്. ഇവിടുത്തെ വാട്ട് മീറ്റർ നെഗറ്റീവ് ആണെങ്കിൽ ആ വാട്ട് മീറ്ററിൻ്റെ ടെർമിനൽ ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ട് റീഡിങ് മൈനസ് ചെയ്ത് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് തുടങ്ങുകയാണ്. ആദ്യം സ്വിച്ച് ഓട്ടോ ട്രാൻസ്ഫോമർ 0 ആണെന്ന് ഉറപ്പ് വരുത്തുക. സ്വിച്ച് ഓൺ ചെയ്യുക. അതിന് ശേഷം അമ്മീറ്റർ നോക്കിക്കൊണ്ട്, ഇവിടെ അമ്മീറ്ററിലാണ് നോക്കേണ്ടത്, അമ്മീറ്റർ നോക്കിക്കൊണ്ട് 7.3 കറണ്ട് വരത്തക്ക വിധത്തിൽ ഓട്ടോ ട്രാൻസ്ഫോമർ റൊട്ടേറ്റ് ചെയ്യുക. 7.3 ഇപ്പോൾ 7.3 ആയിട്ടുണ്ട്. 7.3 ആമ്പിയർ കറണ്ട് വന്നു. ഇനി ഇവിടുത്തെ വോൾട്ടേജ് നോക്കുക. വോൾട്ടേജ് ഇവിടെ എന്ന് പറയുന്നത് 84 വോൾട്ടാണ്.
അതുപോലെ വാട്ട് മീറ്റർ റീഡിങ് ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവായിട്ട് എടുക്കണം. വാട്ട് മീറ്റർ റീഡിങ്, ഇവിടുത്തെ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 20 വാട്ട്സ്. 20 × 2 കൊണ്ട് ഗുണിക്കണം, അത് നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ W2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതെന്ന് പറയുന്നത് 205 വാട്ട്സാണ്. 205 × 2, അതിനെ 2 കൊണ്ട് ഗുണിക്കണം. ഇത്ര എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് റോട്ടർ ടെസ്റ്റിൻ്റെ റീഡിങ് കിട്ടി. ഇനി ഇത് സപ്ലൈ വോൾട്ടേജ് കുറച്ച് സപ്ലൈ ഓഫ് ചെയ്യുക. അടുത്തായിട്ട് ചെയ്യുന്നത് ഈ മോട്ടറിൻ്റെ സ്റ്റേറ്ററിൻ്റെ ഒരു വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നമ്മൾ ഡെൽറ്റയിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ A1 ഡെൽറ്റയിൽ തന്നെ കണക്ഷൻ നിൽക്കുകയാണ്. A1 A2ലേക്ക് ഒരു DC സപ്ലൈ കൊടുക്കുകയാണ്. DC സപ്ലൈ ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ട് ഒരു അമ്മീറ്റർ വഴി DC സോഴ്സിലോട്ട് കൊടുത്തേക്കുവാണ്. ഒരു 36 വോൾട്ട് വരെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഒരു മൂവിങ് കോയിൽ അമ്മീറ്റർ വെച്ചിട്ടുണ്ട്. അത് 30 വോൾട്ടിൻ്റെയാണ്, 30 വോൾട്ടിൽ കൊടുത്തേക്കുവാണ്. അതുപോലെ അമ്മീറ്റർ മൂവിങ് കോയിൽ 10 ആംപിയർ റേഞ്ചിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ കിട്ടുന്ന റീഡിങ്ങിന് 2 കൊണ്ട് ഗുണിക്കണം, വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ്ങിനെ 2 കൊണ്ട് ഗുണിക്കണം. ഈ റിയോസ്റ്റാറ്റ് നമുക്കിവിടെ കറണ്ട് വേരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ സപ്ലൈ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തപ്പോൾ റീഡിങ് ഓൾറെഡി വരുന്നു. ഇവിടുത്തെ കറണ്ട് നോക്കുക. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 1.3 ആണ്. 1.3 × 2. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 4 ആണ്. 4 × 2. ഇത് റീഡിങ് എടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ റീഡിങ് ഒന്ന് വേരി ചെയ്യുകയാണ്. ഒരു 5 നമുക്കൊരു 5 കൊണ്ടുവരാൻ നോക്കണം. ഇവിടെ 5 ആയി. വോൾട്ടേജ് 5 × 2 10. ഇവിടെ കറണ്ട് 1.65 ആയപ്പോഴത്തേക്കും × 2 വീണ്ടും നമ്മുടെ ഇവിടെ വേരി ചെയ്യുകയാണ്. ഒരു വോൾട്ടേജ് ഒരു 6 × 2 12 എത്തിച്ചു. വോൾട്ടേജ് 12 എത്തിച്ചു. ഇവിടുത്തെ കറണ്ട് അതുപോലെ ഒന്ന് നോക്കുക. 2.05 × 2 2 കൊണ്ട് ഗുണിക്കണം. ഇനി ഇവിടെ വീണ്ടും വോൾട്ടേജ് കൂട്ടുന്നു. വോൾട്ടേജ് ഇവിടെ ഒരു 7 വോൾട്ടിലേക്ക് എത്തിച്ചു. 7 വോൾട്ടേക്ക് എത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ കറണ്ട് നോക്കുക. കറണ്ട് 2.4 വന്നിട്ടുണ്ട്. 2.4 വന്നു. വീണ്ടും ഇവിടുത്തെ വോൾട്ടേജ് കൂട്ടുക. ഒരു 8 × 2 16 വോൾട്ടായി. ഇവിടുത്തെ കറണ്ട് അതുപോലെ തന്നെ ഇവിടെ 2.7 വന്നു. ഇവിടെ കിട്ടുന്ന ആവറേജ് റെസിസ്റ്റൻസ് 3 വൈൻഡിങ്ങിൻ്റെയും കൂടി കൂടിയതുകൊണ്ട് ഒരു വൈൻഡിങ്ങിൻ്റെ നമ്മളിപ്പോൾ A1 A2ൻ്റെ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ കിട്ടുന്ന റീഡിങ്ങിനെ അതിൻ്റെ 2/3 ആയിരിക്കും ആ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ്. 2/3 × ആവറേജ് റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന നോ ലോഡ് ടെസ്റ്റിലെ റീഡിങ്ങും ബ്ലോക്ക് റോട്ടർ ടെസ്റ്റിലെ റീഡിങ്ങും റെസിസ്റ്റൻസ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസും വെച്ചിട്ട് അതിൻ്റെ സർക്കിൾ ഡയഗ്രാം വരയ്ക്കണം. ഇക്വലൻ്റ് സർക്യൂട്ടും